ചൂട് സമയത്തൊക്കെ നമ്മുടെ ബോഡിയൊക്കെ നന്നായിട്ട് കൂളാക്കാൻ സഹായിക്കുന്ന നല്ലൊരു കേർഡ് റൈസും അതിൻ്റെ സൈഡ് ഡിഷായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയുമാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീഡിയോ. അപ്പോൾ ഈ കോംബോ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോയിലേക്ക് പോയാലോ. 1.25 കപ്പ് കൈമ റൈസ് ഞാനൊരു അരമണിക്കൂർ കുതിർത്ത് അതിന് ഇരട്ടി വെള്ളം ഒഴിച്ച് കുക്കറിലിട്ട് ഒറ്റ വിസിലെടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് പാൻ ചൂടാക്കി ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഏകദേശം ഒരു 2 സ്പൂണോളം മതിയാവും. ചൂടായ എണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ച് അതിനുശേഷം വറ്റൽമുളക് പൊട്ടിച്ച് മുളക് നന്നായി മൂത്ത് കഴിഞ്ഞാൽ ഒരു 1/4 സ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ച് നന്നായി ഊറ്റിയെടുത്ത പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായി കൈ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇതൊന്ന് എണ്ണയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ എടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ്. ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യാം. ഇനി സ്ലോ ഫ്ലെയിമിലോട്ട് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നെടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഹാഫായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ മെയിനായിട്ട് വേണ്ടത് ആണ് കായം. ഉരുളക്കിഴങ്ങായതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടി കായം ഒരല്പം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. രുചിക്ക് മാത്രമല്ല നല്ലൊരു ഫ്ലേവറിങ് ഏജൻറ്റ് കൂടിയാണ്. കായം ചേർക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും കൂടും. ഇനി കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിനി ബാക്കി പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഒരു 1/4 സ്പൂൺ മുതൽ 1/2 സ്പൂൺ വരെ, അതായത് നിങ്ങളുടെ കുരുമുളക് പൊടിയുടെ ഏരിയ ഡിപ്പെൻഡ് ചെയ്ത് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് എരിവുള്ളതാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. അതുപോലെ ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അതുപോലെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എരിവുള്ള പൊടിയാണെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താൽ മതിയാകും. ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്ത് ഒന്നുകൂടി ഈ പൊടിയും ഇതൊക്കെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മെഴുക്ക് പുരട്ടിയും വളരെ ടേസ്റ്റുള്ളൊരു മെഴുക്ക് പുരട്ടി കൂടിയാണിത്. നമ്മളിപ്പോൾ ഇന്ന് റെഡിയാക്കി എടുക്കുന്ന കേർഡ് റൈസിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. നമ്മുടെ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി നന്നായിട്ട് ഫ്രൈ ആയി അതിൻ്റെ കളറൊക്കെ വേണ്ട നല്ല മുരുമുരാന്നായി കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. കേർഡ് റൈസ് റെഡിയാക്കാനായിട്ട് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ ഇവിടെ തന്നെ ഉണ്ടായ കാശ്മീരി ചില്ലിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പോട്ടിലേക്ക്, അതായത് കേർഡ് റൈസ് സെറ്റ് ചെയ്യാനുള്ള പോട്ടിലേക്ക് ആദ്യം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതേസമയം ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് താളിച്ചൊഴിക്കാനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് താളിച്ചെടുക്കാനായിട്ടുള്ളൊരു കൂട്ട് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ഒരല്പം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കണം. കേർഡ് റൈസിനുള്ള റൈസ് ഉപ്പിട്ടാണ് വേവിച്ചതെങ്കിൽ നമുക്ക് തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പൊന്നിയരി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ എൻ്റെ കയ്യിൽ കൈമ റൈസ് ഉള്ളതുകൊണ്ട് കൈമ റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്പം ചോറ് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ഒരല്പം പാല് കൂടി ഒഴിച്ച് കൊടുക്കണം. ഞാൻ പാസ്ചറൈസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ആദ്യം ഒരല്പം കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം ജീരകം, അതുപോലെ വറ്റൽമുളക്, ഇനി ഇതിലേക്ക് ഒരല്പം പൊട്ടുകടല
അതുപോലെ ഒരല്പം ഉഴുന്ന് പരിപ്പ്, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഫൈനലായിട്ട് ഇതിലേക്ക് ഇപ്പോൾ സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടിയും കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കണം. ഇത് ഓപ്ഷണലാണ്. ഇതെല്ലാം മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരല്പം കായത്തിൻ്റെ പൊടിയും അതുപോലെ ഒരു നുള്ള് ഉലുവയുടെ പൊടിയും കൂടി ചേർത്ത് നമുക്കിത് നമ്മുടെ കേർഡ് റൈസിലേക്ക് ഒഴിക്കാം. ഇത് താളിച്ചൊഴിച്ച് ഈ കൂട്ട് നമ്മുടെ കേർഡ് റൈസിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലൊരു മണമൊക്കെയാണ്. നമ്മുടെ ഈ ചൂട് സമയത്തൊക്കെ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റൈസ് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയ കേർഡ് റൈസും അതുപോലെ തന്നെ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ക്ലാസിക് ഡിഷിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്.